നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് അരി ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഊറ്റിയെടുത്തിട്ട് ഇത് തണിയാൻ വേണ്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കിലോന് അടുപ്പിച്ചിട്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാപ്സിക്കം, ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും വേണം ഗ്രീൻ പാർട്ടും വേണം കുറച്ച്. പിന്നെ റെഡ് ചില്ലി സോസ് വേണം, 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഓയിൽ, ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ, 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂണ് വിനാഗിരി വേണം, 1 കപ്പ് ബീൻസ് ഇതുപോലെ നേർങ്ങനെ അരിഞ്ഞത് വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അങ്ങനെ നമുക്ക് ചെമ്മീനിലേക്ക് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഞാൻ മുളക് പൊടി പറയാൻ വിട്ടുപോയതാണ്, കുറച്ച് മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി, അധികം വേണ്ട കുറച്ച്. പിന്നെ ഒരു 2 ഡ്രോപ്സ് പോലെ വിനാഗിരിയും കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഞാനിതുപോലെ നല്ലോണം മസാല പെരക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പാത്രം ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് 3 ടേബിൾ സ്പൂണ്. നമുക്കതിലേക്ക് ചെമ്മീനൊന്ന് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ഇതിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ ചെമ്മീൻ ഇട റെഡി ആയിട്ടുണ്ട്. അധികം നമ്മളെ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അധികം ആയിപ്പോയാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു 3/4 ഭാഗം വേവിൽ ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആക്കുമല്ലോ ഒന്നും കൂടി. അപ്പോൾ ഇത് കോരിയെടുക്കാം. നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച് ബീൻസ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കൊരു അധികം ഉടക്കമൊന്നും വേണ്ട, കുറച്ചൊരു ഇതില്ല പച്ച കടിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഫ്രൈഡ് റൈസിന് വേണ്ടത്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്യാപ്സിക്കവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാം. അപ്പോൾ ക്യാപ്സിക്കവും നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച സോസും ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മളിതിൽ സോസിൽ നല്ലോണം എല്ലാം ഉപ്പുള്ളതാണല്ലോ, അപ്പം ബാക്കി വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചോറിലും ഉപ്പ് ചേർത്തിട്ട് വേവിക്കുന്നതാണ്. കുറച്ച് വിനാഗിരി നമ്മൾ എടുത്തു വെച്ചിട്ടില്ല, അത് കുറച്ച് 1 ടീസ്പൂൺ അതും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ച ചോറില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചോറ് പൊടിഞ്ഞു പോകാണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ, നമ്മൾ ചോറ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചോറ് ഇട്ടതിന് ശേഷം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫ്രൈഡ് റൈസ്, പ്രോൺസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.